ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സൺഡേ നമ്മുടെ കൂടെ അഹദയ കൂടെ ഉണ്ട്. അപ്പൊ അഹദയുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പൊ നമ്മൾ പോകുന്നത് മംസാർ ബീച്ചിലേക്കാണ് കേട്ടോ. മംസാർ ബീച്ചാണ് നമ്മുടെ സ്ഥിരം ബീച്ച്. നമ്മൾ മുമ്പ് സൂഫോയിലായിരുന്നു കേട്ടോ പോയിക്കോണത്. ഇപ്പൊ അൽഹദയിൽ എത്തിയതിനു ശേഷം നമ്മൾ മംസാർ ബീച്ചിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്താ ഒരു 1:30 ആയപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാളും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വിമ്മിങ് ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്നേ വന്നത്. അപ്പൊ ബീച്ചിൽ എത്തിയ പാടെ തന്നെ ദേ ഐദുവും മഹദയും ടോയ്സ് ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഐദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മണ്ണിൽ കിടന്ന് കളിക്കുക, മണ്ണ് വാരി ഇങ്ങനെ വിതറി കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ തന്നപാട് തന്നെ ഞാനും ഇക്കായും ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തു. നല്ല കാറ്റുണ്ട്, അത് കാരണം തന്നെ നമ്മൾ ഈ കാറിന്റെ സൈഡിലേക്കാണ് കേട്ടോ ടെന്റ് സെറ്റ് ചെയ്തത്. പിന്നെ അത് രണ്ടുപേരും ഇക്കായം വിളിച്ചോണ്ട് സ്വിമ്മിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം തന്നെ സ്വിം ചെയ്യാന്ന് വിചാരിച്ചു, കാരണം വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാളെയും കൂട്ടിയൊക്കെ പോവാണ്. ഇറങ്ങിയപ്പോ തന്നെ അവിടെ ഒരു കൊക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കൊക്കിന്റെ പിറകെയാണ് ഈ പോകുന്നത്. ഒരു കൊക്ക് ആ ഭാഗത്തായിട്ടുണ്ട്, ഒരു ചെറിയ ഫിഷിനെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അത് കണ്ടപ്പോ അതിന്റെ പിറകെ പോവാണ് കേട്ടോ. അപ്പൊ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടെന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ കുറച്ചു നേരം പിന്നെ അവര് വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിന്ന് ബോഡി ഒന്ന് യൂസ്ഡ് ആയതിനു ശേഷമാണ് കേട്ടോ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ രണ്ടാൾക്കും നല്ല സന്തോഷമായി. രണ്ടാളും വെള്ളത്തിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. 1 മണിക്കൂറോളം കിടന്ന് കളിച്ചു. എന്നിട്ടും വരുന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് രണ്ടിനെയും തിരിച്ചു കയറ്റിയത്. അപ്പൊ ഇക്ക കയറിയപ്പോ തന്നെ പറഞ്ഞു വെള്ളം ഭയങ്കര തണുപ്പടേ, സ്വിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ നിന്ന് നോക്കാനുണ്ട്. അപ്പൊ മഹദേവും ഇവിടെ കരയിൽ കിടന്ന് നീന്തി കളിക്കുന്ന ഭയങ്കര ബഹളം. ഇവര് രണ്ടാളും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര ഇഷ്ടമാണ് ആയതുവിന് അഹദയായ, അതുപോലെ തന്നെയാണ് അവൾക്ക് തിരിച്ചും. രണ്ടുപേരും നേരിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തന്നെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കരച്ചിലിന്റെ ഭാഗമായിട്ടാണ് അഹദ ഇത് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ആയത് ഭയങ്കര കരച്ചിലായിരുന്നു അഹദയുടെ കൂടെ പോകാനും അവള് തിരിച്ചു പോയതിനും ഒക്കെ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് അഹദയായി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഒരു ദിവസം അഹദയ നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടാൾക്കും. ഒരു ദിവസം ഫുള്ള് കളിയും ബഹളവും, ആകെ രസമായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടുപേരും വെള്ളത്തിന് നല്ല കളിയാണ് കേട്ടോ. ഞാൻ ഈ വെള്ളം ഒന്നും തൊട്ട് പോലും നോക്കിയിട്ടില്ല. എനിക്ക് പനിയായിരുന്നു കേട്ടോ. ബീച്ചിൽ വരണം എന്ന് ഒട്ടും പ്ലാൻ ചെയ്തൊരു ദിവസം അല്ലായിരുന്നു. തീരെ എനിക്ക് വയ്യായിരുന്നു. പിന്നെ അഹദയ പറഞ്ഞ് അവൾക്ക് സ്വിം ചെയ്യണം, പിന്നെ അവൾ ഇന്ന് തന്നെ തിരിച്ചു പോവുക. പിന്നെ സമയവും ഇല്ല. അപ്പൊ എന്തായാലും കൊണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ അതാരണം എനിക്ക് തീരെ വയ്യ. ഞാൻ ഇവിടെ കരയിലിരുന്ന് ഇങ്ങനെ ചൂട് കൊണ്ടോണ്ടിരിക്കാണ് കേട്ടോ. എനിക്ക് തീരെ വെള്ളം തൊടണമെന്ന് പോലും തോന്നിയില്ല കേട്ടോ, വയ്യാത്ത കാരണം. ഞാൻ ഇവിടെ വന്ന് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടി ഇങ്ങനെ ഷെല്ലുകൾ വറക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭംഗിയുള്ള ഷെല്ലുകൾ ഇങ്ങനെ നോക്കി പറക്കി കൊണ്ടുപോകും. പക്ഷെ വെറുതെയാണ് കേട്ടോ, എല്ലാം കൊണ്ടുപോകും. വീട്ടിലെത്തുമ്പോൾ തന്നെ ഇതൊക്കെ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ കളയും. ഇതാണ് അവന്റെ പരിപാടി. അങ്ങനെ മൂന്നാളെന്താ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാളുടെയും തലയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്തു. രണ്ടാളും വിറയ്ക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുറച്ചു നേരം വെയിലത്ത് ഇങ്ങനെ നിർത്തി. അപ്പൊ രണ്ടാളും കളിക്കുകയാണ്. അപ്പൊ ഈ വാശി എന്തിനാന്ന് വെച്ചാൽ ഫിഷ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഫിഷ് ചെയ്യണം, ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിന്നെ അത് എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അവന് ആ ചൂണ്ട എടുത്ത് കയ്യിൽ കൊടുത്തു കേട്ടോ. കുറച്ചു നേരം അതും കൊണ്ട് നിൽക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഇക്ക ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇക്ക അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേർ രണ്ടാളും നല്ല കളിയിലായത് കാരണം ഞാനങ്ങ് ഫുഡ് വാരി കൊടുക്കാന്ന് വിചാരിച്ചു. പിള്ളേർക്ക് രണ്ടുപേർക്കും ഞാനങ്ങ് ഫുഡ് വാരി കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കായും ആയതും കൂടെ അപ്പുറത്ത് കല്ലിന്റെ ഭാഗത്തേക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവര് ഇട്ട ഡ്രസ്സൊക്കെ ജസ്റ്റ് ഞാൻ കാറിന്റെ മേളിൽ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കല്ലിന്റെ അപ്പുറത്താണ് കേട്ടോ അവര് പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സമയത്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഹദിയാണെങ്കിൽ ഈ സമയത്ത് കളിയിലായിരുന്നു കേട്ടോ. നമുക്ക് മണ്ണിൽ കുറച്ചു നേരം കൂടെ കളിക്കണം എന്ന് വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുവാണ് വന്നു. ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണാൻ വാന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചോണ്ട് പോവാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അവളുടെ കൂടെ ചെല്ലുവാണ് എന്താണ് കാണാൻ വേണ്ടി. അപ്പൊ ചെന്നപ്പോ നമ്മൾ പണ്ട് ചെയ്യുന്ന അതേ പരിപാടി തന്നെ. കുറേ മണൽ വെച്ചിട്ട് മണൽത്തിട്ടകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാനും മഹദയായും കൂടെ ഇക്കായും ആയുധവും ഫിഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്ന പാടെ തന്നെ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മിസ്സായി. അപ്പൊ അതാണ് ഈ കരച്ചിലിന് കാരണം.
പിന്നെ ഉടനെ തന്നെ ഒരെണ്ണം അടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കൊന്ന് സമാധാനമായി, കരച്ചിലൊക്കെ ഒന്ന് അടങ്ങി. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഫിഷ് കിട്ടുന്നവരെ ഇത് കയറിയിട്ട് വന്നേനെ. എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടിയത് കൊണ്ട് ആളൊന്ന് സമാധാനമായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് അഹദ്യയുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ അഹദ്യ അങ്ങോട്ട് ചെല്ലണം എന്നായി വാശി. അപ്പൊ പിന്നെ ഇക്ക എന്താ ചെയ്ത്, ഈ ഫിഷിനെ ഒരു ആ ബോക്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ച് ആ ബോക്സിൽ ഇട്ടിട്ട് രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് ഇരുത്തി. അഹദ്യ ഇരുന്ന സ്ഥലത്തേക്ക് ആ ബോക്സും ഫിഷും ഐദൂനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ ഇരുത്തിയിട്ട്, അപ്പൊ രണ്ടാളും ഇത് കണ്ടോണ്ടിരിക്കാനുണ്ട്. ഇതാണ് കേട്ടോ കിട്ടിയ ഫിഷ്. ശരിയാണ്, ഇവിടെയൊക്കെ മിക്കപ്പോഴും കിട്ടുന്നത് ശരിയാണ്. തീരെ ചെറുതും അല്ല വലുതും അല്ല, ഒരു ചെറിയ സൈസിലാണ് ഫിഷ്. ഇങ്ങനെ കിട്ടുന്ന ഫിഷിനെയൊക്കെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും കേട്ടോ. കൊണ്ടുവന്ന് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ചത്തുപോകും. ചില സമയത്ത് നമ്മൾ ചോദിക്കും നമുക്ക് ഇവിടെ തന്നെ കളയാം എന്ന് പറയുമ്പോൾ ചില സമയത്ത് സമ്മതിച്ചിട്ട് അവിടെ തന്നെയാണ്. ചില സമയത്ത് വാശി പിടിച്ചിട്ട് കൊണ്ടുവരും, പിറ്റേ ദിവസം ചത്തും. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇവരിങ്ങനെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പോകുന്നത്. അപ്പൊ അതാ അവര് ഫിഷ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഹദ്യാക്കും ഇക്ക അടുത്തേക്ക് പോകണം, ഫിഷ് ചെയ്യുന്ന കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇക്ക അവളെ വന്നിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഇക്കാക്ക് ഇത് തന്നെയായിരുന്നു ഇവിടെ പരിപാടി. പിള്ളേർ ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, ഇക്ക അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് തന്നെയായിരുന്നു ഇക്കാക്ക് പണി. അപ്പൊ അഹദ്യായ പിന്നെ അവിടെ കൊണ്ടുവന്നിരുത്തി. അപ്പൊ പിന്നെ ആയുധവും ഇരിക്കില്ല, ആയുധവും പോകണം എന്ന് പറഞ്ഞിട്ട് ആയുധവും വാശി പിടിച്ചിട്ട് ഇക്ക പിന്നെ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ആയുധൂനെ കൊണ്ടുപോയി അവിടെ നിർത്തി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ഫിഷിനെ കൂടെ കിട്ടിയേട്ടോ. അപ്പൊ അതിന് ഹുക്ക് അഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ ഹുക്കൊക്കെ അഴിച്ച് അതിലേക്ക് ഇട്ടും ഈ സെയിം ഫിഷ് തന്നെ കേട്ടോ, ഷേര് തന്നെയാണ് കിട്ടിയത്. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല തണുപ്പായി, എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല, മൂക്കൊക്കെ അടഞ്ഞിട്ട് ശ്വാസം മുട്ടുന്ന പോലൊക്കെ ഫീൽ ചെയ്യുക. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു വരുവാനുണ്ട്. അപ്പൊ ഇക്ക ആദ്യം ഐദൂനെ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ അടുത്ത് ആക്കിയിട്ട് പിന്നെ പോയിട്ട് അഹദ്യായെ കൊണ്ടുവന്നാക്കി കേട്ടോ. അപ്പൊ എന്താ ഇന്നത്തെ ഫിഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ അഹദ്യായെ കൊണ്ടുവന്ന് അഹദ്യയുടെ വീട്ടിലാക്കണം കേട്ടോ. എന്റെ ശബ്ദത്തിന് കുറച്ച് മാറ്റമുണ്ട്, ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇപ്പൊ അടുത്തായിട്ട് കുറെ വീഡിയോകളിൽ എന്റെ ശബ്ദം ശരിയല്ല, ഫീവർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇപ്പൊ ഒരു ന്യൂ ഇയറിന് ശേഷം മൂന്നാമത്തെ പനിയാണെന്ന് തോന്നുന്നു എനിക്ക്, സ്ഥിരമായിട്ട് പനിയാണ്. അപ്പൊ നമ്മള് കാറിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ടെന്റൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ട്. രണ്ടാളും ഭയങ്കര സന്തോഷത്തിൽ കൈയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവരെ തമ്മിൽ പിരിക്കുക എന്നാണ് ഏറ്റവും വലിയ പരിപാടി. അപ്പൊ അഹദ്യായെ നമ്മൾ കൊണ്ടുവിടുന്നത് സഫീർ മാളിലാണ് കേട്ടോ. അപ്പൊ സഫീർ മാളില് റിയാസൊക്കെ അടുത്ത് ആക്കാനാണ് ഇത്ത പറഞ്ഞത്. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തോ ആവശ്യത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവൾ അവിടുന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ നേരെ പിന്നെ പോയത് സഫീർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആയുധൂന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മോന് കാറിന്റെ ഫ്രണ്ടിൽ കയറി വാപ്പി ഡ്രൈവ് ചെയ്യാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആയുധൂനെ സോപ്പിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്നിട്ട് അഹദ്യാക്ക് ടോയ്ലറ്റിൽ വേണം മമ്മി കൊണ്ടുപോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അഹദ്യായം കൊണ്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ റിയാസൊക്കെ സഫീർമാറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന്, കാരണം ഞാൻ അകത്തേക്ക് കയറുന്നില്ല, പിന്നെ ഇത് കുറേ കാര്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കരച്ചിലുള്ള പരിപാടി തുടങ്ങും. അപ്പൊ അതാണ് ഞാൻ റിയാസൊക്കെ അടുത്ത് അവളെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങള് പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഡേ ടു ഡേയിൽ എനിക്കൊന്ന് കയറണമായിരുന്നു, ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട്. അപ്പൊ അവിടെ കയറി സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഐദൂന് അവിടുന്ന് ഒരു പുതിയ കാർ വാങ്ങിക്കൊടുത്തു. അപ്പൊ പുതിയൊരു ടോയ് കിട്ടിയപ്പോഴത്തേക്ക് ഐദൂന് സന്തോഷമായി, കരച്ചിലൊക്കെ കുറച്ചൊന്ന് അടങ്ങി. അത്രയും നേരം കരച്ചിലായിരുന്നുണ്ട്, അപ്പൊ കരച്ചിലൊക്കെ കുറച്ചൊന്ന് അടങ്ങി. അപ്പൊ തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.